ഹായ്, ഇന്നൊരു സിനിമയുടെ റിവ്യൂ ആണ്. ഒരു തമിഴ് സിനിമ കാന്ത. സോ നമ്മുടെ മലയാളത്തിൻ്റെ ദുൽഖർ സൽമാനാണ് ഇതിലെ നായകൻ. സിനിമ ഒരു ഓൾ ഓഫ് നമ്മൾ മൊത്തം നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്, വൺ ടൈം വാച്ചബിളാണ്. ആൻഡ് ഈ ഒരു സിനിമയുടെ എനിക്ക് തോന്നിയത് ഇതിലെ ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പം ദുൽഖർ സൽമാൻ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്, കഥ പറയുന്നത് 80s 90s കാലഘട്ടത്തിലൊരു തമിഴിലെ ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ ആണ്. സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു സ്റ്റോറിയാണിത്. ത്യാഗരാജ ഭാഗവതർ എന്നാണ് എന്ന് പറയപ്പെടുന്നു. ആളുടെ ആണെന്ന് ആരും റിവീൽ ചെയ്തിട്ടൊന്നുമില്ല. അന്ന് ആ കാലത്ത് നടന്ന റിയൽ സ്റ്റോറിയാണെന്നാണ് പറയപ്പെടുന്നത്. സോ അന്നത്തെ കാലത്ത് നമുക്കൊരു ഇപ്പം നസീറിൻ്റെ ആണെങ്കിലും ജയൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ള പഴയ സിനിമകളൊക്കെ ഓവർ എക്സ്പ്രഷൻ ഇടുന്ന നായികമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണുമ്പോൾ ഇത് ഓവർ ആണല്ലോ ഇവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ. അന്നത്രയും ഈ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അത്രയും എക്സ്പ്രഷൻ ഇട്ട് സിനിമകൾ ഇറക്കുന്ന കാലമായിരുന്നു. സോ ഇപ്പം നമ്മൾ ചാർലി ചാപ്ലിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു കോമിക് ആണെങ്കിൽ പോലും നമുക്കത് കാണാൻ പറ്റും. ആ ഒരു അന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിനനുസരിച്ച് നമുക്ക് ഫേഷ്യൽ വരുന്ന എക്സ്പ്രഷൻസ് ഒരു 1 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡിൽ തന്നെ ഒരുപാട് എക്സ്പ്രഷൻസ് വന്നിരിക്കും. അപ്പം അത് പൊട്രേ ചെയ്യണമെങ്കിൽ വലിയ പാടാണ്. അത് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സിമ്പിൾ കാര്യമല്ല. സോ അതിൽ ദുൽഖർ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം അത്ര ടഫാണ് അത് ചെയ്യാൻ. നമുക്കറിയാം, ഇതിനു മുൻപ് മഹാനടി എന്ന് പറഞ്ഞൊരു തെലുങ്ക് സിനിമ ഇറങ്ങിയിട്ട് കീർത്തി സുരേഷ്, സാവിത്രി എന്ന് പറഞ്ഞ വലിയൊരു പോപ്പുലർ ആക്ട്രസ് ആണ് അവിടുത്തെ, ഒരു സൗത്ത് ഇന്ത്യയിലെ. സോ അവരുടെ ഒരു ക്യാരക്ടറിന്റെ അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും ഗസ്റ്റേഴ്സും പോസ്റ്റേഴ്സൊക്കെ അതേപോലെ അവതരിപ്പിച്ചുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് നാഷണൽ അവാർഡ് കീർത്തി സുരേഷൻ കിട്ടിയത്. സോ ഇങ്ങനൊരു സിനിമ കാന്ത എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്ന സമയത്ത്, കാന്ത എന്ന് പറഞ്ഞ സിനിമയുടെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ചാലഞ്ചാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധാനം ചെയ്യുമ്പോൾ അന്നത്തെ രീതിയിലുള്ള എക്സ്പ്രഷൻ ഇട്ട് അഭിനയിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. സോ അതിൽ ദുൽഖർ സൽമാൻ നല്ല വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഭാഗ്യശ്രീ ബോസ്, ഞാൻ പുള്ളിക്കാരുടെ സിനിമയൊന്നും കണ്ടില്ല, പക്ഷേ ഈ സിനിമയിൽ അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് പിന്നെ ഇതിൽ സമുദ്രക്കനിയും അതുപോലെ തന്നെ രാണ ദഗ്പട്ടി കൂടുതൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ JX ബിജുവാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. സോ അടിപൊളിയാണ്. സോ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഒരു ഡ്രാമാറ്റിക് ആണ്. ഈ ഒരു സിനിമ പറയുന്നതിൻ്റെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാറും ഡയറക്ടറും തമ്മിലുള്ളൊരു ഡിസ്പ്യൂട്ടിൻ്റെ ഇടയ്ക്ക് പെട്ടുപോകുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾക്കൊരു ഫെയിം വരുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മളെ വളർത്തിയവർക്ക് ഉണ്ടാവുന്ന ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള മെൻറ്റാലിറ്റിയും ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റുമാണ് ഈ സിനിമ പറയുന്നത്. സോ അതിനെ റിവീൽ ചെയ്യാൻ ഇതിലും നല്ലൊരു സിനിമ വേറെ ഇല്ല. കാരണം നടന്ന കഥ ബേസ്ഡാണ്, എനിക്കറിയത്തില്ല, അതിനെ കുറിച്ച് ഞാൻ പഠിച്ചില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു കിടിലനായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട് ഈ സിനിമ. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ലാഗ് ഫീൽ, കാരണം ഒരു പതിയെ പോകുന്നൊരു സ്ക്രീൻ പ്ലേ ഒക്കെയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. പക്ഷെ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു, ഒരു 2-3 പാട്ടേ ഉള്ളൂ, പക്ഷെ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും JX ബിജോയ് നല്ല മെനക്കെട്ട് ചെയ്തിട്ടുണ്ട്. സാധനം അടിപൊളിയാണ്. ആൻഡ് ബേസിക്കലി പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 2.5 മണിക്കൂർ കുഴപ്പമില്ല, ഒരു ഡീസൻറ്റ് സിനിമയാണ്. പിന്നെ ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. തിയേറ്ററിലൊന്നും ആൾക്കാരൊന്നും ഇല്ല, പക്ഷേ കുഴപ്പമില്ല. നമുക്കൊരു വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാവരും പോയി കാണണം. ഓക്കെ, താങ്ക് യു, ബൈ.